അഡൽട്ട് ഡയബറ്റീസിന്റെ അത്രം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സബ്ജക്ട്. എന്നാൽ ഹോൾ ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യ അതിൽ 4% 15 വയസ്സ് താഴെയുള്ള ഡയബറ്റീസ് പേഷ്യൻസ് ആണ്. നമുക്ക് ഡയബറ്റീസ് ഇൻ കിഡ്സ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു ഷോ. ഡയബറ്റീസ് ഇൻ കിഡ്സ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്പേഴ്സ് എന്നും കൂടി വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. സോ യൂഷ്വലി പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് കുട്ടികളിലെ ഡയബറ്റീസ് എന്ന് പറയുന്നത് കൂടുതലും ടൈപ്പ് 1 ഡയബറ്റീസുകൾ തന്നെയാണ്. അപ്പോൾ അത് കാരണം അന്ന് ടൈപ്പ് 1 ഡയബറ്റീസിനെ മാനേജ് ചെയ്യുന്നതും ബാക്കി അതിൻ്റെ ടെസ്റ്റുകളും ബാക്കി മുന്നോട്ടുള്ള പോക്കും ഒക്കെ തീർത്തും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ധാരയിൽ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഏർലി ആയിട്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ആൾക്കാരിൽ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങി. ഈ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടും ചൈൽഡ്ഹുഡ് ഒബീസിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിലേക്ക് ട്രിഗർ ചെയ്തിട്ടാണ് നമുക്ക് വളരെ ഏർലി ആയിട്ട് തന്നെ ടൈപ്പ് 2 പ്രസന്റേഷൻസും കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളിലെ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പണ്ട് പറഞ്ഞിരുന്ന പോലെ ഒരു 90-95% ഓഫ് കുട്ടികൾ ടൈപ്പ് 1 ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ഡയഗ്നോസ്റ്റിക്സ് ആവശ്യമാണ്, ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒക്കെ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കുട്ടികളിൽ ഡയബറ്റീസ്. റൈറ്റ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആയിരുന്നു നേരത്തെ മുതൽ കുട്ടികൾ കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത് ഒന്നൊന്ന് വിശദമാക്കാം. സോ ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 പത്തോഫിസിയോളജി എന്താണ് പ്രശ്നം എന്നുള്ളത് വെച്ചാൽ ടൈപ്പ് 1 നമുക്ക് ബീറ്റാ സെല്ല് നശിച്ചു പോവുകയാണ്. അപ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമുക്കിപ്പോൾ ഒരു പ്രതിരോധ സംവിധാനമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒരുപാട് ഭടന്മാരുണ്ട്, വെളുത്ത രക്താണുക്കളൊക്കെ ആയിട്ടുള്ള ഭടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ തന്നെ ശരീരത്തിലുള്ള ഒരു സിഗ്നലിംഗ് മെക്കാനിസം തെറ്റിയിട്ട് നമ്മളുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ബീറ്റാ സെല്ലുകളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു 1-2 വീക്സിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മുന്നേ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഇങ്ങനത്തെ ഒരു സെല്ലുലാർ ലെവലിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നതിന് പല റീസൺസും പറയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് 1 സംഭവിക്കുന്നത് ഒരു ഡിസ്ട്രക്ഷൻ, ബീറ്റാ സെൽ നശിച്ചു പോവുകയും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ ബീറ്റാ സെൽസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഓൾമോസ്റ്റ് നില്ലായിട്ട് തീർത്തും ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയാണ് ടൈപ്പ് 1. അപ്പോൾ ടൈപ്പ് 1 എന്താണ്, ഇൻസുലിൻ റീപ്ലേസ്മെന്റ് മാത്രമേ നമുക്ക് ചികിത്സയായിട്ടുള്ളൂ. നേരെ മറിച്ച് ടൈപ്പ് 2 അങ്ങനെയല്ല. ടൈപ്പ് 2 ഇൻസുലിൻ റെസിസ്റ്റൻസും അതിൻ്റെ കൂടെ നടക്കുന്ന ബീറ്റാ സെൽ ഫെയിലിയറുമാണ്, പ്രോഗ്രസീവ് ബീറ്റാ സെൽ ഫെയിലിയറുമാണ്. അതാണ് ക്ലാസിക്കൽ ഡിഫറൻസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അപ്പോൾ കുട്ടികളിലെല്ലാം ടൈപ്പ് 1 ആണോ? അല്ല. നമുക്ക് വളരെ നേരത്തെ കാണുന്ന 6 months ഉള്ളിൽ കാണുന്ന പല ഡയബറ്റീസ് അവസ്ഥകളുണ്ട്. കൺജനിറ്റൽ ഡയബറ്റീസ് ഉണ്ട്, നിയോനേറ്റൽ ഡയബറ്റീസ് ഉണ്ട്. പണ്ട് ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു ജുവനൈൽ ഡയബറ്റീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കാറ്. അപ്പം നിയോനേറ്റൽ ഡയബറ്റീസിലും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഡയഗ്നോസ്റ്റിക്സ് വേണം. അപ്പം എന്താണ് ഡയഗ്നോസ്റ്റിക്സ് നടക്കുന്നത്? നമ്മൾ ടൈപ്പ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? പല ഓട്ടോ ആന്റിബോഡീസും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലമാണ് അവിടെ നടക്കുന്നത്. അവിടെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ കുട്ടികളിലും അത് ചെയ്യണം, വളരെ ചെറുപ്പത്തിലും അത് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് പലപ്പോഴും നിയോനേറ്റൽ ഡയബറ്റീസ് ഒക്കെ കൂടുതലും ഒരു സിംഗിൾ ജീൻ ഡിഫക്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇൻസുലിൻ സെക്രീഷനൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ ചിലപ്പോൾ ഇൻസുലിൻ ആവശ്യമാവില്ല. ഗുളികകളിലോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഫോമിലുള്ള മരുന്നുകൾ കൊണ്ടൊക്കെ അത് ചികിത്സിക്കാൻ പറ്റുമായിരിക്കും. സോ പെർട്ടിക്കുലർലി ഏത് അവസ്ഥയിലാണെങ്കിലും കുട്ടികളിൽ നമ്മളൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഡയബറ്റിസ് സ്റ്റേറ്റസ്, അത് ഹൈപ്പർഗ്ലൈസീമിയ ആയിരിക്കും, അധികം ഗ്ലൂക്കോസ് കൂടിയ അവസ്ഥയിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ആ അവസ്ഥയിൽ നിന്ന് കൃത്യമായ ഡയഗ്നോസിസിൽ എത്തിക്കണം. ഇത് ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ഇനി ബാക്കി മോണോജനിക് ഡയബറ്റീസുകളാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് ടൈപ്പ് 2 ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ
നമുക്ക് ചില ഇത് ലാഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സബ്സെറ്റ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. ലേറ്റ് ഓൺസെറ്റ് ഓഫ് ലേറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് ദ അഡൾട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂഷ്വലി ടൈപ്പ് 1.5 എന്നൊക്കെ കൊളോക്കിയലി നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഡയഗ്നോസിസ് എന്താണ് ഇതിൻ്റെ പത്തോഫിസിയോളജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. റൈറ്റ് റൈറ്റ് 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾ കാണുന്ന ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ജനിച്ച കുഞ്ഞിന് ഡയബറ്റിസ് ഉണ്ട്, അങ്ങനെ ഒരു അവസ്ഥയാണോ? അത് പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പ്രസൻറ്റേഷൻ പല വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അത് ഹൈപ്പോഗ്ലൈസീമിയയിൽ പോയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഷുഗർ കൂടിയ ഒരു അവസ്ഥയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ട്രാൻസിയൻ്റ് ആവാം, ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളൊരു പ്രോബ്ലം ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതൊരു പെർമനൻറ്റ് പ്രോബ്ലം ആയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ കൂടുതലും നിയോനേറ്റൽ ഡയബറ്റീസ് ഒന്നും നമ്മൾ റെഗുലർ ഫിസിഷ്യൻസ് കാണുന്ന കാര്യങ്ങളല്ല. അതൊരു നിയോനറ്റോളജിസ്റ്റ് ഒക്കെ മാത്രം കാണുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ എവിടെയാണെങ്കിലും ഡയഗ്നോസിസ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ബ്രോഡർ ടെർമിനോളജി ഓഫ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ് പോകലല്ല അവിടെ കൃത്യമായ പിൻ പോയിന്റഡ് ഡയഗ്നോസിസിൽ എത്തിയിട്ട് ഉചിതമായ ചികിത്സകളാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം എന്താ വെച്ചാൽ കുട്ടികളിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. കുട്ടികളിൽ ഒരു അഡൾട്ട്സിലുള്ള ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് പല കാര്യത്തിലും മെറ്റബോളിക് ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു സബ് പോപ്പുലേഷൻ തന്നെയാണ് പീഡിയാട്രിക് പോപ്പുലേഷൻ. ജനിച്ച് വീഴുന്ന കുഞ്ഞിന് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്കിപ്പോൾ പല രീതിയിൽ അത് പ്രകടനമാവാം. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് കൺജനീറ്റൽ അനോമലീസ് പല രീതിയിലുണ്ടാവും. ഒരു സിൻഡ്രോമിന്റെ ഭാഗമായിരിക്കാം, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള കുട്ടികളിൽ ഉണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രന്ഥികളിലെ പ്രശ്നങ്ങളാണ്, മൾട്ടിപ്പിൾ ഗ്രന്ഥികളിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പാൻക്രിയാസ് ഉണ്ടായില്ല, അതായത് ഡെവലപ്മെന്റിൽ പാൻക്രിയാസ് ഇല്ലാതിരിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ജനിച്ച കുട്ടികളിൽ തന്നെ ഈ എല്ലാ പ്രശ്നങ്ങളും, അതായത് ഹൈപ്പോതൈറോയിഡിസം നമുക്ക് കാണാം, നമുക്ക് ഡയബറ്റീസ് കാണാം, മറ്റ് അപ്ലേസിയാസ് ഒക്കെ ഉണ്ടാവാം, ഇല്ലാത്ത അവസ്ഥകൾ, അവയവങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാവാം, സെക്രീഷൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊരു നിയോനേറ്റൽ സ്ക്രീനിങ്ങിലാണ് നമുക്കത് മനസ്സിലാവുക. ഡെഫിനറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ കൂടുതലും എന്താണ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് ആണ്. വീടുകളിൽ ഇപ്പം അങ്ങനത്തെ ഡെലിവറി ഒന്നും നടക്കുന്നില്ല. ആ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ നവജാത ശിശു വിഭാഗം എക്സ്പേർട്ടോ ഈ കുട്ടികളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ അത് ഏർലി ആയിട്ട് തന്നെ പിക്ക് ചെയ്യും. പിന്നെ ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് യാതൊരുവിധ അല്ലെങ്കിൽ ഒരു ഒരുക്കവും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും ടൈപ്പ് 1. ബിക്കോസ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിനൊരു ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ജനിതകമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും. ഇപ്പൊ ടൈപ്പ് 2 അങ്ങനെയല്ല, കുറച്ചുകൂടി ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലൊക്കെ ഓൾറെഡി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ റാൻഡംനെസ് അവിടെ തീർച്ചും റാൻഡം ആണ് അവിടെ ഈ പ്രോബബിലിറ്റി. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമുക്കിപ്പോൾ ഉണ്ടോ? യൂഷ്വലി ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രഗ്നൻസിയിൽ കൂടുതലും ഡിറ്റക്ട് ചെയ്യുന്നത് ഗ്രോസ് അനോമലീസ് ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ അനോമലി സ്കാനൊക്കെ നമ്മൾ ഇടയിൽ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്താണ് മുന്നേ ഉള്ള കുട്ടികളിൽ ജനിതകമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു കോൺസാങ്കുനസ് മാരേജ് ആണ്, അതായത് ഫാമിലിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു മാരേജ് ആണ്. അത് സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഒരു ജനറ്റിസിസ്റ്റിൻ്റെയും കൂടി അഡ്വൈസ്, ജനറ്റിസിസ്റ്റ്, ഒബ്സ്റ്റട്രീഷ്യൻ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അഡ്വൈസറി ആയിട്ട് ചിലപ്പോൾ സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം. അതർവൈസ് അതൊരു റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമല്ല. 6 മാസത്തിന് മേളിലുള്ള കുട്ടികളുടെ കാണപ്പെടുന്ന ഡയബറ്റിസ്, ഈ ഡയബറ്റിസ് എങ്ങനെയാണ് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്, എന്ത് സിംറ്റംസ് ആണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്? സോ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നൊരുക്കങ്ങളില്ല, നമുക്ക് മുന്നറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ക്ലാസിക്കലി നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ കുട്ടി സിക്കായിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക പലപ്പോഴും. അല്ലെങ്കിൽ അമിതമായി വെള്ളം കുടിക്കുന്നുണ്ടാവും, ഇൻക്രീസ്ഡ് യൂറിനേഷൻ ഉണ്ടാവും, മുന്നേ ഇതുവരെ ബെഡ് വെറ്റ് ചെയ്യാത്ത ഒക്കെ ബെഡ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ വെറ്റിംഗ് തുടങ്ങും. പിന്നെ വളരെയധികം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷേ വെയിറ്റ് ലോസ് അവിടെ ഉണ്ടാവും, അനിയന്ത്രിതമായ വോമിറ്റിംഗ് ഉണ്ടാവും. ഓൾ ടുഗദർ ഇതൊരു ടൈപ്പ് 1 എന്താണ് അതിൻ്റെ പ്രോബ്ലം നമുക്ക് മനസ്സിലായി.
എന്താണ് അവിടെ ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നു, ഒരു ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അത് വളരെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രസന്റേഷൻസും ക്രിട്ടിക്കലാണ്. ഈവൻ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരെയാണ് നമുക്ക് ആദ്യമായിട്ട് കുട്ടികളെ കാണാൻ പറ്റുക. അപ്പോൾ ടൈപ്പ് 1ന്റെ ഒരു വളരെ കോമൺ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റീസ് കീറ്റോസിഡോസിസ്. അതായത് ശരീരത്തിൽ ഇൻസുലിൻ തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂടി ഓൾട്ടർനേറ്റ് പാത്വേസ് ഒക്കെ ട്രിഗർ ചെയ്ത് കുട്ടി ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലെത്തും. വളരെ ഛർദി ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസുകളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ടൈപ്പ് 1നെ ആദ്യമായി പ്രസന്റ് ചെയ്യുന്നത് കാണാം. ഇല്ലെങ്കിൽ ഒരു നമ്മൾ റാൻഡം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടും കാണാറുണ്ട്. പക്ഷെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടർ റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പ്രസൻറ്റേഷൻസ് ആണ് ഉണ്ടാവുന്നത്. കുറച്ച് പ്രസൻറ്റേഷൻസ് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, സിംറ്റംസ് വ്യക്തമായി ഒന്ന് പറയാമോ? ഇത്ര സിംറ്റംസ് ആയി, ഇന്ന സിംറ്റംസ് ആയിരിക്കും വരുന്നത്, അതുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി കുട്ടിക്ക് ഒരുപക്ഷെ ഡയബറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അങ്ങനെ ഒരു 4-5 കാര്യം പറയാം. എല്ലാ ഡയബറ്റീസ് പേഷ്യൻസും ഒരേപോലെ പ്രസന്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം, നമുക്ക് ക്ലാസിക്കൽ ഹൈപ്പർഗ്ലൈസീമിക് സിംറ്റംസിനെ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണത്? കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ടാവും, കൂടുതൽ മൂത്രമൊഴിച്ച് പോകുന്നുണ്ടാവും, വിശപ്പ് കൂടുതലായിരിക്കും, ടയേർഡ് ആയിരിക്കാം, വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കലി നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സിക്ക് ഫീലിങ്ങിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ആക്റ്റീവ് അല്ലാതെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് ഒരു ഡീറ്റെയിൽ ഇവാലുവേഷന്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും ഇത് മനസ്സിലാവുന്നത് ഇത് ടൈപ്പ് 1 ഇത് ഡയബറ്റീസ് ആണ്. ദെൻ നമ്മൾ ഇതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മൾ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കുന്നു, കോമൺ ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് അതിനെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് പ്രിസൈസ് ആയിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1 ഇന്ന് ലൈഫ് ഭയങ്കര വളരെ എഫക്റ്റീവായിട്ട് ഇന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഇന്നുണ്ട്. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ കൂടുതലായി കണ്ടുവരുന്നതാണോ ടൈപ്പ് 1? സോ യൂഷ്വലി ക്ലാസിക്കൽ പ്രസന്റേഷൻ ഒരു 5 to 14 years എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ലേറ്റ് ആയിട്ടും നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അഡോളസൻസിലും കാണുന്നുണ്ട്, ഒരു 30 yearsന്റെ അടുത്തുള്ള ആൾക്കാരിലും കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്കൊന്നൊരു കൃത്യമായ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഇതിനെ ഒതുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ തിയറിറ്റിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 5 to 14 തന്നെയാണ് ഇപ്പോഴും മാക്സിമം ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇതൊരു പണ്ട് തൊട്ടേ ഉള്ള ഒരു അസുഖമാണ്. നമ്മളിതിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ടൈപ്പ് 1 നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ടൈപ്പ് 1 ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് അവർ നയിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്.